ഞങ്ങളുടെ കസിൻസ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചക്കക്കുരു വളരെയധികം വിരളമല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചക്കക്കുരു ഉപയോഗിച്ചുള്ളൊരു സാമ്പാറാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ കുക്കറിനകത്ത് നമ്മുടെ പരിപ്പ്, ഉള്ളി വേവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചക്കക്കുരു രണ്ടായിട്ട് പൊളന്നിടുക. അതിൻ്റെ മുകളിലത്തെ തൊലി മാത്രം കളഞ്ഞാൽ മതി. നല്ലതായിട്ട് അത് കുക്കറിനകത്ത് ഒരു 3-4 വിസിലടുപ്പിക്കുക. നല്ലവണ്ണം വെന്തുടയും. അതിനുശേഷം നമ്മൾ ആവശ്യമായ പച്ചക്കറികൾ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ടക്കായം ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ ചേർക്കണം. അതിനുശേഷം നമ്മൾ അതും നന്നായിട്ട് വെന്തതിന് ശേഷം വെന്ത് ആറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് വെളുത്തുള്ളി ഏറെ ചതച്ച് നന്നായിട്ടിടുക. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പ് വെച്ച് കടുക് പൊട്ടിച്ച് ഉലുവ, ജീരകം ഒക്കെ ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടിയും ശകലം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് ഞാൻ ചേർത്തത്. അല്ലാതെ ഞാൻ ഒരു സാമ്പാർ പൊടിയും ചേർത്തില്ല. ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്താണല്ലോ സാമ്പാർ കഷ്ണം വേവിക്കുന്ന കൊടുത്ത് ഉപ്പിട്ടിരുന്നു. പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇനി ഉപ്പിടാവുന്നതാണ്. പിന്നെ കറിവേപ്പില ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കറിവേപ്പിലയൊന്നും ഉപയോഗിച്ചില്ല. നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു. അതുപോലെ തന്നെ വാളംപുളിയും ഒഴിക്കുക.